ബുക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം കഴിവതും ഇപ്പം ആൾക്കാര് ആ ഒരു രീതിയിൽ നിന്ന് മാറി തുടങ്ങി. കടക്കാര് ഇപ്പൊ അധികം അതിനെടുക്കുന്നില്ല. കാരണം ഒത്തിരി ഫ്ലക്ച്വേഷൻ വന്നതുകൊണ്ട് കയ്യിൽ നിന്ന് കാശ് നഷ്ടമായതുകൊണ്ട്. എങ്കിലും ഇപ്പോഴും കുറെ അധികം പേര് ആ അഡ്വാൻസ് ബുക്കിങ്ങിലേക്ക് താല്പര്യം കാണിച്ച് എടുക്കുന്നുമുണ്ട്. പിന്നെ സ്വർണ്ണവിലയെ സംബന്ധിച്ചോളം നമുക്കറിയാം കുറെ ദിവസങ്ങളായിട്ട് ഇത് ചാഞ്ചാട്ടമാണ്. എന്ന് പറഞ്ഞാൽ വിദേശ പശ്ചിമേഷ്യയിലെ പ്രശ്നവും ചാഞ്ചാട്ടമല്ലേ. അത് നിർത്തുമെന്ന് പറയുന്നു. അത് എഗ്രിമെന്റ് വെച്ചത് പോലും വകവെക്കാതെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ 2 മാസത്തെ കരാറ് വെച്ചത് അവരത് അംഗീകരിക്കാതെ പിന്നെ യുദ്ധം തുടങ്ങുന്നു. അപ്പം അവിടെയും നമുക്ക് നാളെ തീരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്നു. നാളെ കഴിഞ്ഞ് നോക്കുമ്പോൾ അത് പിന്നെയും സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഈ ചാഞ്ചാട്ടം തന്നെ ഈ സ്വർണ്ണവിലയ്ക്ക് മാറ്റത്തിന് കാരണമാകുന്നുണ്ട്. അതുകൂടാതെ ഡോളർ റേറ്റ് ഭയങ്കരമായിട്ട് കൂടി. ഇപ്പൊ 95.96 ആണ് ഡോളറിന്റെ വില. ഇങ്ങനെ ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു വില കൂടുതലാണ് ഡോളർ റേറ്റിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഫെഡറൽ റിസർവ് ബാങ്കുകള് ഇൻട്രസ്റ്റ് കൂട്ടണം എന്നുള്ള ഒരു രീതിയിൽ നിൽക്കുന്നു. അതുമൊക്കെ സ്വർണത്തിന്റെ ഒരു മങ്ങലിന് കാരണമാണ്. കാരണം മറ്റ് ഷെയർ മാർക്കറ്റുകളിലേക്ക് മറ്റുള്ള അവസരങ്ങളിലേക്ക് ഗോൾഡ് വിട്ടുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നതും താൽക്കാലികമായി ഇപ്പോൾ സ്വർണത്തിന് ഈ ചാഞ്ചാട്ടം നിൽക്കുകയും വില കുറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ ഭാവിയിൽ ഇത് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കൂടാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. അതായത് വരും ദിവസങ്ങളിൽ സ്വർണത്തിന്റെ വില ഉയരാനുള്ളൊരു സാധ്യതയാണോ താങ്കൾ കാണുന്നത്? ഒരു 1-2 മാസം ഒക്കെ, ഒരു 3 മാസത്തോളം ഇങ്ങനെ നിന്നാലും റേറ്റ് കൂടാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോ നിലവിൽ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്വർണം വാങ്ങി സൂക്ഷിക്കണമെന്ന് തന്നെയാണോ താങ്കളുടെ ഒരു നിലപാട്? തീർച്ചയായിട്ടും. മാത്രവുമല്ല, അതിന് ഞങ്ങളൊരു സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 22 കാരറ്റ് മാത്രമല്ല, 18 കാരറ്റ്, 14 കാരറ്റ്, ഇപ്പൊ 9 കാരറ്റോട് ലോഞ്ച് ചെയ്യാൻ പോവുക. അപ്പൊ 9 കാരറ്റ് ഇന്ന് ഞാൻ ഒരു കസ്റ്റമർ മേടിക്കുകയാണെങ്കിൽ അവന് 5000 രൂപയേ ഉള്ളൂ. 22 കാരറ്റ് മേടിക്കുകയാണെങ്കിൽ 13000 രൂപ വരും. അപ്പൊ 18 മേടിക്കുകയാണെങ്കിൽ 10000 രൂപയേ ഉള്ളൂ. 14 മേടിക്കുകയാണെങ്കിൽ 8000 രൂപയേ ഉള്ളൂ. 5 കാരറ്റ് അല്ല 9 കാരറ്റ് മേടിക്കുകയാണെങ്കിൽ 5000 രൂപയേ ഉള്ളൂ. അപ്പം ജനങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന രീതിയിൽ, അവർ അഫോർഡ് ചെയ്യാവുന്ന രീതിയിൽ ഞങ്ങളും ആഭരണങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു. അപ്പം പണ്ട് നമുക്കറിയാം 22 കാരറ്റ് ഒഴിച്ച് 18ഉം 14 കേട്ടാൽ ജനം മുഖം തിരിക്കുമായിരുന്നു. അതൊക്കെ മോശം, മാറ്റ് കുറഞ്ഞ സ്വർണമാണ് എന്നുള്ള ഒരു തോന്നലായിരുന്നു ജനങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അതിന് മാറ്റം വന്നിരിക്കുന്നു. ഇപ്പം കസ്റ്റമർ ആദ്യം വിചാരിക്കുന്ന 18 കാരറ്റും പോയി അത് ഞങ്ങൾക്ക് വേണ്ട, അത് നഷ്ടമല്ലേ ഞങ്ങൾക്ക്. അപ്പൊ അങ്ങനൊരു ചിന്തയാണ് ജനങ്ങളുടെ മനസ്സിലിരിക്കുന്നത്. അത് തീർത്തും തെറ്റാണ്. കാരണം 18 കാരറ്റിന് ആഭരണങ്ങൾ വിൽക്കുമ്പോൾ 18 കാരറ്റിന്റെ വിലയെ കടക്കാരെടുക്കുന്നുള്ളൂ. തിരിച്ചു കൊടുക്കുമ്പോൾ 18 കാരറ്റിന്റെ വില കിട്ടും. 14 കാരറ്റ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 14 കാരറ്റിന്റെ വിലയെ നമ്മൾ എടുക്കുന്നുള്ളൂ. 22 കാരറ്റിന്റെ വില എടുക്കില്ല. തിരിച്ചു കൊടുക്കുമ്പോൾ 14ന്റെ വില കിട്ടും. 9 കാരറ്റ് മേടിക്കുകയാണെങ്കിൽ 9 കാരറ്റിന്റെ വിലയെ മേടിക്കുന്നുള്ളൂ. തിരിച്ചു കൊടുക്കുമ്പോൾ 9 കാരറ്റിന്റെ വില കിട്ടും. അപ്പൊ ജനങ്ങളെ സംബന്ധിച്ചോളം ഇതിന് നഷ്ടം എന്ന് പറയുന്നത് ഇനിയിപ്പോ നമ്മുടെ പണ്ടിരിക്കുന്ന മനസ്സിന്റെ ഒരവസ്ഥയാണ്. അതൊക്കെ മാറ്റി കളഞ്ഞാൽ ഇപ്പൊ ഒത്തിരി ടീനേജേഴ്സ് ഒക്കെ ഇപ്പൊ 18 കാരറ്റ് മതിയെന്നും പറഞ്ഞ് കടകളിൽ വന്ന് മേടിച്ചോണ്ട് പോകുന്നുണ്ട്. 14 കാരറ്റ് വരികയാണെങ്കിൽ ഞങ്ങളെ വിളിച്ച് പറയണം, ഞങ്ങൾ വരാം എന്ന് അപ്പൊ അങ്ങനെ ട്രെൻഡ് ഇപ്പം മാറി തുടങ്ങി. ആ ട്രെൻഡിലേക്ക് ജനങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിൽ സ്വർണത്തിന്റെ നിർമ്മാണ രീതിയിലും കാരറ്റിന്റെ രീതിയിലും ഞങ്ങൾ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കാരണം എന്താണെന്നറിയോ, ബിസിനസ്സുകൾ സ്വാഭാവികമായി വില കൂടുന്നത് കൊണ്ട് കച്ചവടം കുറയുന്നുണ്ട്. അപ്പൊ അത് കുറയാതെ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്ത് കടയ്ക്ക് കച്ചവടം പിടിച്ചു നിൽക്കാവുന്ന രീതിയിലുള്ള ആഭരണ മാറ്റങ്ങൾ ഞങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഒരു സമയത്ത് ഈ സ്വർണത്തിന്റെ വില ഉയർന്നിരുന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ കണ്ടതാണ്. വലിയൊരു നഷ്ടം ജ്വല്ലറി വ്യാപാരികൾക്കൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവരുടെ പക്കലിരിക്കുന്ന സ്വർണത്തിന്റെ മാറ്റ് കൂടുന്നുണ്ട്, അതിന്റെ വില കൂടുന്നുണ്ടെങ്കിൽ പോലും കച്ചവടം നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ അവർക്ക് ലാഭം കിട്ടുന്നില്ലല്ലോ. പക്ഷെ ഈ നിലവിൽ ഇനി സ്വർണ്ണവില കുറയില്ല എന്നുള്ളൊരു സാഹചര്യം കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ജ്വല്ലറികളിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകുന്നുണ്ടോ? എങ്ങനെ? ജ്വല്ലറികളുടെ എണ്ണത്തിലോ കടകളുടെയോ? അല്ല, ജ്വല്ലറികളിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ. അല്ല, ആളുകളുടെ എണ്ണം
ഇപ്പം ചെറിയൊരു പണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു മാന്യത്തിൽ നിന്ന് സ്വല്പം ഒരു വ്യത്യാസപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അപ്പം 18 ക്യാരറ്റും 14, 9 ഒക്കെ വരുമ്പോൾ എനിക്ക് അഫോർഡ് ചെയ്യാവുന്ന രീതിയിൽ ഇഷ്ടമുള്ളത് വാങ്ങാമല്ലോ എന്നുള്ളൊരു ചിന്ത കൊണ്ട് ഇപ്പൊ തന്നെ കൊച്ചു പെൺകുട്ടികളൊക്കെ ആണെങ്കിലും അവരിപ്പം ധരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്രാമിന്റെ ഒരു മാല, അല്ലെ 2 ഗ്രാമിന്റെ ഒരു മാല, അറ്റത്ത് ഒരു 300 മില്ലിയുടെ ഒരു ലോക്കറ്റ്, അത്രയും മതി. വളരെ സിമ്പിൾ ആയിട്ട്. പക്ഷെ അത് കണ്ടാൽ എന്ത് ഭംഗിയാണ്, വെട്ടിത്തിളങ്ങി നിൽക്കും. നമ്മൾ വലിയ ആഭരണങ്ങൾ ധരിക്കുന്നതിനേക്കാളൊക്കെ എന്ത് രസമാണത് കാണാൻ. അപ്പം അങ്ങനെ ഒരു ട്രെൻഡിലേക്കൊക്കെ ഇപ്പം മാറിക്കഴിഞ്ഞു. അപ്പൊ വോളിയം ഓഫ് സെയിൽ കുറഞ്ഞിരിക്കുന്നു. വലിയ ഹെവി വെയിറ്റ് ആയിട്ടുള്ള ആഭരണങ്ങളൊന്നും ഇനി ചിലവാകില്ല. കാരണം അതൊന്നും മനുഷ്യന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളിലേക്ക് മാറി അതിലേക്ക് കച്ചവടം കുറച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.